നിങ്ങൾക്കറിയാമോ, ആകാശത്ത് വെച്ച് തകർന്ന് തരിപ്പണമായി തുടങ്ങിയ ഒരു വിമാനത്തിലെ ഒരു യാത്രക്കാരൻ്റെയും ജീവൻ നഷ്ടപ്പെടുത്താതെ ഭൂമിയിലേക്ക് ഇറക്കിയ ഒരു പൈലറ്റിനെ കുറിച്ച്? യാത്രക്കാരിൽ ഒരാൾക്ക് അല്പം മദ്യം പകർന്നു നൽകുന്നതിനിടയിൽ വിമാനത്തിൻ്റെ മേൽക്കൂര തകർന്ന് പറന്നു പോകവേ അപ്രത്യക്ഷയായ ഒരു എയർ ഹോസ്റ്റസിനെ കുറിച്ച്? അതെ, ഇന്നും വൈമാനികർക്ക് നടുക്കത്തോടെയും അതിലേറെ അഭിമാനത്തോടെയും പറയാൻ കഴിയുന്ന ഒരു വിമാന അപകടത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അലോഹ എയർലൈൻസ് ഫ്ലൈറ്റ് 243 എന്ന വിമാനത്തിൻ്റെ 24,000 അടി ഉയരത്തിൽ വെച്ച് മേൽക്കൂര തകർന്നു പോയിട്ടും യാത്രക്കാരെ ജീവനോടെ ഭൂമിയിലെത്തിച്ച കഥ. മരണത്തെ മുഖത്തോട് മുഖം കണ്ട യാത്രക്കാരുടെയും പൈലറ്റിൻ്റെയും കഥ. 1988 ഏപ്രിൽ 28. 95 യാത്രക്കാരും 2 പൈലറ്റും 3 എയർ ഹോസ്റ്റസുമാരും ഉൾപ്പെടെ 5 ജീവനക്കാരുമായി അലോഹ എയർലൈൻസ് ഫ്ലൈറ്റ് 243 യാത്രയ്ക്ക് സജ്ജമാകുന്നു. ആ 100 മനുഷ്യജീവനുകളുമായി അലോഹ എയർലൈൻസ് ഫ്ലൈറ്റ് 243 പറന്നുയർന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ ഭാഗമായ ഹവായിയിലെ ഹിലോയിൽ നിന്നും ഹൊണോലുലുവിലേക്കായിരുന്നു ആ പറക്കൽ. വെറും 35 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ആകാശയാത്ര. വിമാനത്തിൽ ഉള്ളവർ ഏറെയും വിനോദ സഞ്ചാരികൾ. അവധിക്കാലം ആഘോഷിക്കാനായി ഹൊണോലുലുവിലേക്ക് പോകുന്നവരായിരുന്നു അവരെല്ലാം.